ഹലോ ഹായ് നമസ്കാരം. മലേഷ്യൻ ഡയറീസിൻ്റെ മറ്റൊരു പാട്ടിലേക്ക് സ്വാഗതം. ഏപ്രിൽ 16 രാത്രി 11:45 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ബാറ്റിക് എയർ മലേഷ്യ വിമാനത്തിൽ നമ്മൾ യാത്ര പുറപ്പെട്ടത് 17-ാം തീയതി രാവിലെ 7:30 കോലാലംപൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡ് ചെയ്തു. ടെർമിനൽ 2-ലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ടെർമിനൽ 1-ലേക്ക് വരണം, എന്നാലേ പുറത്ത് കിടക്കാൻ പറ്റൂ. അതെവിടെയാണെന്ന് തപ്പിയുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മളൊരു എക്സിറ്റിലെത്തി, ഒരു വണ്ടി കിട്ടി. ആ വണ്ടിയിൽ കയറി നമ്മൾ ടെർമിനൽ 1-ലെത്തി. അവിടുന്ന് നമ്മൾ അവിടുത്തെ എയർപോർട്ട് റെസ്റ്റ് റൂമിൽ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം പുറത്തോട്ടിറങ്ങി നമ്മളെ കാത്ത് നമ്മുടെ കാറും ഡ്രൈവറും റെഡി ആയിരുന്നു. അങ്ങനെ നമ്മൾ മലേഷ്യൻ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴി ആദ്യം നമ്മൾ നമ്മുടെ ഡ്രൈവർ വിജയൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അപ്പോൾ പുള്ളി നമ്മളെ അടുത്തുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. കണ്ടോ, റെസ്റ്റോറൻറ്റ് ഭാരത്. അവിടെ ചെന്നിട്ട് മലേഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മീഹൂൻ എന്ന് പേരുള്ള ഈ മലേഷ്യൻ ഡിഷാണ് മനോജ് ഓർഡർ ചെയ്തത്. ഞാൻ ആസ് യൂഷ്വൽ ചപ്പാത്തി. അങ്ങനെ നമ്മളൊരു ചൂട് ചായയൊക്കെ കുടിച്ചു. കുറ്റം പറയരുതല്ലോ, നല്ല സൂപ്പറായിരുന്നു. അവിടുന്ന് നമ്മളിതാ മലേഷ്യൻ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മലേഷ്യ എന്താണെന്ന് കാണാൻ പോവാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, എൻ്റെ അമ്മ ഒരു രക്ഷയുമില്ല. എന്ത് ഹൈറ്റാണെന്നറിയാം കെട്ടിടത്തിന്. നോക്കി നോക്കി കഴുത്ത വേദന എടുക്കും. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പോകുന്നത് പുത്രജയ മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും ഭരണസിരാ കേന്ദ്രവുമൊക്കെയാണ് പുത്രജയ. അങ്ങോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുത്രജയയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു ബ്രിഡ്ജ് കവർ ചെയ്യുന്നത്. ഒരു ഷിപ്പിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ എന്ത് കാണാം? പുത്രജയ എന്ന് പറയുന്ന നമ്മുടെ മോസ്കൊക്കെ കാണാം. കാണുന്ന ആ റെഡ് ഗോളത്തിലാണ് പുത്രജയ. അപ്പോൾ ഇതാണ് സെരി വാവാസൻ എന്ന് പറയുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നിന്നും അങ്ങ് അകലെയായിട്ട് നമുക്ക് പുത്രജയ മോസ്ക് കാണാം. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ്. അപ്പോൾ പുത്രജയയിലെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.